ആറന്മുള വള്ളസദ്യക്കാലത്തിന് കല്ലുകടിയായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉപദേശക സമിതിയും തമ്മിലുള്ള തർക്കങ്ങൾ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ നീക്കാൻ ദേവസ്വം ബോർഡിൽ ശ്രമം തുടങ്ങി. ഇതിനു പിന്നിൽ ഉപദേശക സമിതി എന്നാണ് ആക്ഷേപം. എന്നാൽ വള്ളസദ്യക്കാലത്ത് AOAയെ മാറ്റാനുള്ള ഉപദേശക സമിതിയുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ നിലപാട്. ഉപദേശക സമിതി അവഗണിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രവർത്തിക്കുന്നുവെന്നാണ് ഉപദേശക സമിതിയുടെ ആക്ഷേപം. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ പോലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നടപ്പിലാക്കുന്നില്ല. സുഗമമായ പ്രവർത്തനത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സഹകരണം ഉണ്ടാകുന്നില്ലെന്നും എന്നാൽ മറ്റു പ്രശ്നങ്ങൾ ഉപദേശക സമിതിയുമായി ഇല്ലെന്നും പ്രതിനിധികൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൈസ മേടിച്ചോ, നിങ്ങൾ നടത്തിക്കോ, പക്ഷെ മൈക്ക് വേണം. ഞങ്ങളതും പറഞ്ഞു, ഞങ്ങൾ കെയർ ഓഫിൽ നടത്തണ്ട, നിങ്ങൾ നടത്തിക്കോ, ദേവസ്വം നടത്തിക്കോ. പക്ഷെ അതിനും ഒരു തയ്യാറാകില്ല. ഇന്നും അത് മുടക്കിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും മുടക്കിയിട്ടില്ല. ഞങ്ങൾ തിരുവാർമളപ്പൻ്റെ കാര്യം ഒരിക്കലും നമ്മളത് മുടക്കിയിട്ട് ഒരു കാര്യം ചെയ്യത്തില്ല. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ സ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ നിലപാട്. വള്ളസദ്യയുടെ നടത്തിപ്പിൽ പൂർണ്ണ പിന്തുണ AOയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നും പള്ളിയോട സേവാ സംഘം പറഞ്ഞു. ഇതിങ്ങനെ കാലങ്ങളായിട്ട് നടന്നു പോകുന്നതുകൊണ്ട് AOയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് AOയുടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ദേവസ്വം ബോർഡ് ജീവനക്കാരായിരുന്നു. പക്ഷേ അതിനകത്തിൽ ഇടപെട്ടതിനകത്തൊരു അല്പം ബുദ്ധിമുട്ട്. ഞങ്ങളോട് ഇപ്പോൾ ഒരു വിരോധമില്ല. ആ തരത്തിൽ ഞങ്ങൾ പോകുന്നു, ഞങ്ങളോട് സഹകരിച്ച് വരുന്നതാണ്. ഇതിനു മുമ്പ് 2 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ സഹകരിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങളോട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതൊന്നും പ്രശ്നമല്ല. 250 രൂപ അടയ്ക്കുക എന്നുള്ളത് ഞങ്ങളെ വിളിച്ചു കൂട്ടി ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അധികാരിയായ ഒരു കമ്മിറ്റി ഉള്ളപ്പോൾ അവരെ വിളിച്ചു കൂട്ടി അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തീർക്കുന്ന പ്രശ്നമൊന്നുമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ മാറ്റരുതെന്ന് ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് നൽകാൻ ഒപ്പുശേഖരണവും ഇതിനിടെ ആരംഭിച്ചിരുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.